കൊച്ചി ഇടപ്പള്ളിയിൽ നടു റോഡിൽ പെൺകുട്ടിയെ കത്തിയുമായി ആക്രമിക്കാൻ ശ്രമം. പെൺകുട്ടി ബഹളം വെച്ചപ്പോൾ അക്രമി ഓടി രക്ഷപ്പെട്ടു. പോലീസ് അന്വേഷണം തുടങ്ങി. അർജുൻ മട്ടന്നൂർ ചേരും വിശദാംശങ്ങളുമായി. അർജുൻ, എപ്പോഴായിരുന്നു സംഭവം? അക്രമിയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചുവോ? ചൈതന്യ, ഇന്ന് വൈകിട്ട് 7:45 ഈ സംഭവം ഉണ്ടായത്. ഇടപ്പള്ളി ചമ്പോക്കടവ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഏതാണ്ട് ഒരു ബർമുട മാത്രം ധരിച്ച കയ്യിലൊരു കത്തിയുമായി വന്ന ഒരു അക്രമി ഈ മേഖലയിൽ ആ സമയത്തൊക്കെ തന്നെ വിഹരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് തൊട്ടടുത്തുള്ള ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്ന പെൺകുട്ടി ഇത്തരത്തിൽ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോയി മടങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കൊല്ലം സ്വദേശിയായ ജാൻസിക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം ഒരു ആളാണെങ്കിൽ ബർമുട ഇട്ടൊരാൾ ഒരു വീടിന്റെ ഗേറ്റ് ചാടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങോട്ട് നടന്നു പോയി. പക്ഷെ പിന്നെ അയാളുടെ കത്തി ഉണ്ടെന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ നല്ല സ്പീഡിൽ തന്നെ നടന്നുപോയി. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവിടെ വെച്ച സംഭവം നടക്കുന്നത്. അപ്പം വന്ന വഴിക്ക് ഞാൻ അയാളെ അവിടെ നിന്ന് കണ്ടായിരുന്നു. അപ്പം എൻ്റെ നേർക്ക് അയാൾ വരുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി കത്തി ഉണ്ടെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നു. പക്ഷെ അയാൾ എൻ്റെ നേർക്ക് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് എൻ്റെ നേർക്ക് തന്നെ വന്നപ്പോൾ ഈ ഗേറ്റിനോട് ഞാൻ അമുങ്ങിയിട്ട് ഞാൻ ഒച്ചത്തിൽ നിലവിളിച്ചപ്പോഴത്തേന് ഇയാളെൻ്റെ നേരെ കത്തി വീശി. അപ്പോഴത്തേനും ഇവിടെ ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് എന്താടാന്ന് ചോദിച്ചും കൂടെ ഇറങ്ങാൻ നേരത്തേന് അയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അയാളുടെ ഒരു വേഷം ഒരു ബർമുട മാത്രമേ ഉണ്ട്. അയാൾ ഒരു ബർമുട മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. മേൽവസ്ത്രങ്ങളോ യാതൊരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പോലീസുകാർ വിവരം അറിയിച്ചായിരുന്നു. വന്നു, ഈ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു CCTV എടുത്ത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈതന്യ, ഇവിടെയുള്ള മെമ്പർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ എന്താ അന്വേഷിച്ചു, എന്താ സംഭവം എന്നുള്ളത്? എന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാനിത് അറിഞ്ഞത്. അറിഞ്ഞു വന്നപ്പോൾ അന്വേഷിച്ച് ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പെൺകുട്ടീനെ വല്ലാണ്ട് പേടിച്ചു പോയി എന്ന് പറഞ്ഞേ. അപ്പം അത് ഏതാന്ന് നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇപ്പം ആ കുട്ടിയെ കണ്ടത്. ഇവിടെ തൊട്ടടുത്ത് വീട്ടിലൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ആദ്യം ഈ ആൾ വന്നതെന്ന് പറഞ്ഞു. അവിടുത്തെ ഓണറും വൈഫും കൂടി വന്നപ്പോഴത്തേക്കും അവരെ ഓടിച്ചു, പ്രശ്നമായി. അവിടെ ഉള്ളവരൊക്കെ കൂടി പേടിപ്പിച്ചപ്പോഴത്തേക്കും പുറത്തേക്ക് ചാടി എന്നാണ് പറഞ്ഞത്. റോഡിലേക്ക് ചാടി നിൽക്കുന്ന സമയത്താണ് ആ കുട്ടി അങ്ങോട്ട് പോയത്. അപ്പോൾ ആളാണ് ഓടിച്ചിട്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആളെ കണ്ടിട്ടില്ല. കുറേ നോക്കി അന്വേഷിച്ചു നമ്മൾ, പക്ഷെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ലായിരുന്നു. പോലീസ് എന്താ പറയുന്നത്, എങ്ങോട്ട് പോയി എന്ന് പറയുന്നുണ്ടോ? ഇപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ അങ്ങോട്ട് പോകുന്ന കണ്ടെന്ന് ആരോ പറഞ്ഞിട്ട് അവരങ്ങോട്ട് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. നോക്കണം, എല്ലാവരോടും നമ്മളൊരു ഇൻഫർമേഷൻ കൊടുത്തോണ്ടിരിക്കണം. രാത്രി ഒന്നും വെളിയിൽ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇനി എന്തെങ്കിലും മദ്യപിച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ചൈതന്യ, അത് തന്നെയാണ് സംശയിക്കുന്നത്. മാനസിക പ്രശ്നമുള്ള ആളാണോ എന്ന് സംശയമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണോ വന്നത് എന്നും പരിശോധിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിരവധി വീടുകളുണ്ട്, നിരവധി ഹോസ്റ്റലുകളുണ്ട്. അത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്നവരൊക്കെയായി നിരവധി പേർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ രാത്രിയും ഒക്കെ തന്നെ ആളുകൾ ഇത്തരത്തിൽ സ്ഥിരമായി വരുന്ന മേഖലയാണ്. അത്തരത്തിൽ നിത്യമായി സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ അത്തരമൊരു മേഖലയിലാണ്, ഇത്രയും ജനവാസ മേഖലയിലാണ് ഇത്തരമൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഒരു ബർമുട മാത്രം ധരിച്ച ഒരു കത്തിയുമായി ഇവിടെ ഇത്തരത്തിൽ ഒരു ഭീതി ഉണ്ടാക്കുകയാണ്. എന്തായാലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കളമശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഈ സൂചനകൾ ലഭിച്ചത് പ്രകാരം ഈ റെയിൽവേ ട്രാക്കിന്റെ ഭാഗങ്ങളിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരമൊരു ആശങ്കയുണ്ട്. അത്തരമൊരു ആശങ്ക ഇവിടെയുള്ള താമസിക്കുന്ന ആളുകളോട് അറിയിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കൗൺസിലറും പറയുന്നത്. ചൈതന്യ, ശരി. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കൊച്ചിയിൽ ഇടപ്പള്ളിയിലാണ് ഇത്തരത്തിലൊരു യുവതിക്ക് നേരെ കത്തി എടുത്തുകൊണ്ടുള്ള ഒരു ആക്രമ ശ്രമം നടന്നിട്ടുള്ളത്.